അപ്പോൾ നമ്മളിന്നുള്ളത് സ്പർശ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. ബാംഗ്ലൂരിൽ തന്നെ 8ഓളം ഹോസ്പിറ്റൽ, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ള ഒരു ഗ്രൂപ്പാണ് സ്പർശ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് SS സ്പർശ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അവരുടെ ഓൺ നഴ്സിംഗ് ക്യാമ്പസിലാണ് നമ്മൾ വന്നേക്കുന്നത്. നഴ്സിംഗ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അവരുടെ വൺ ഓഫ് ദ ഹോസ്പിറ്റലിനകത്ത് തന്നെയാണ് ഇവരുടെ ഒരു നഴ്സിംഗ് ക്യാമ്പസ് വരുന്നത്. ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ അത്രയും ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ ഓൺ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ തന്നെ പഠിക്കാൻ നഴ്സിംഗ് താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ബെറ്റർ ഓപ്ഷനാണ് സ്പർശ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. സോ ഈ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഇവരുടെ കോളേജ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിലായിട്ട് ഇവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഈ ഒരു സ്പെസിഫിക് ഹോസ്പിറ്റലിൽ മാത്രം എന്തോരം ഡിപ്പാർട്ട്മെന്റിൽ എന്തോരം സ്പെഷ്യലിസ്റ്റുകളും എന്തോരം ഡോക്ടേഴ്സും ഉണ്ടെന്നാണ്. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി, ലാപ്രോസ്കോപ്പി, ഓങ്കോളജി, ന്യൂറോ സർജറി, ന്യൂറോളജി എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇവൻ അങ്ങേ അറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കൺസൾട്ടന്റ് ഈസ്തറ്റിക് പ്ലാസ്റ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് സർജറിക്ക് വരെയുള്ള ഡോക്ടേഴ്സും സ്പെഷ്യലിസ്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. സോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോരം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അത്രയും പേഷ്യൻസ് ഉണ്ടായിരിക്കും. സോ അത്രയും എക്സ്പോഷേഴ്സ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളത്. സോ നമുക്ക് അകത്ത് നോക്കി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെയാണ് OT ഡിപ്പാർട്ട്മെന്റ് എല്ലാം വരുന്നത്, ICU കാര്യങ്ങൾ. ഈ ഒരു ഫ്ലോർ ഫുള്ളായിട്ട് ICU, OT അങ്ങനൊരു ഇതായിട്ടാണ് വരുന്നത്. പിന്നെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് കുട്ടികൾക്കായിട്ടുള്ള കോളേജ് ഏരിയ വരുന്നത്. അവിടെ ഹോസ്പിറ്റലുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് വെച്ചാൽ അവിടെ കോളേജ് ഏരിയ മാത്രമാണ്. പിന്നെ തൊട്ട് താഴത്തെ ഫ്ലോറുകളിലായിട്ടാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഏരിയാസും പേഷ്യൻസും കാര്യങ്ങളും അവരുടെ വാർഡ്സും OP പേഷ്യൻസും ഒക്കെ വരുന്നത് അല്ലേ. ഈ ഒരു ഫ്ലോർ കാണിച്ചു. ഇവിടെ നമ്മൾ വന്നപ്പം ഓൾറെഡി ഉള്ള ICU കൂടാണ്ട് ഇവിടെ ലിവർ ICU എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റ് ICU ഉണ്ട്. ഇവിടെ എല്ലാം നിറയെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കയറാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി പേഷ്യൻസ് സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ നമ്മളൊരു ഇൻഫെക്ഷൻ വരരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കയറി കാണിക്കാൻ. പക്ഷേങ്കിൽ ഈ ഒരു ഫ്ലോർ ഫുള്ളായിട്ട് സെപ്പറേറ്റ് OT ആൻഡ് ICU ഏരിയ ആണ്. ടോട്ടൽ ഇതൊരു 50+ ബെഡഡ് ഹോസ്പിറ്റലാണ്. സോ ഇതിന്റെ ഒരു നെക്സ്റ്റ് ഫ്ലോറിലാണ് കോളേജ് ഏരിയ വരുന്നത്. സോ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്പർശിന്റെ ക്ലാസ്സസ്, നഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള ക്ലാസ്സസ് നടക്കുന്ന അവരുടെ കോളേജ് ക്യാമ്പസ് ഏരിയയിലാണ്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ നേരെ വരുന്നത് ഇവിടെ നേരെ ഒരു ലോങ് കോറിഡോർ പോലെയാണ് കാണുന്നത്. അതിന്റെ രണ്ട് സൈഡിലായിട്ട് ക്ലാസ്സുകളും ലാബുകളും ഒക്കെ വരുന്നത്. ഇതിന് തൊട്ട് മുകളിലായിട്ട് വാർഡുകളും കാര്യങ്ങളും സെപ്പറേറ്റ് ഫ്ലോറുകളായിട്ട് കൊടുത്തേക്കാണ്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ ക്യാമ്പസ് ആണെങ്കിൽ കൂടി പേഷ്യൻസുമായിട്ടും അങ്ങനെയൊന്നും അവർക്ക് ഒരു ഫ്ലോറിൽ ബന്ധം വരില്ല. അവർ പ്രാക്ടീസ് ടൈമിൽ മാത്രമായിരിക്കും താഴോട്ട് പോകുന്നത്. നമ്മുടെ കൂടെ ഇവിടുത്തെ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഉണ്ട്. സോ അവരോട് നമുക്ക് കോളേജിന്റെ റിവ്യൂ ചോദിച്ചു നോക്കാം. ഹലോ, രണ്ടുപേരും പേരും സ്ഥലവും ഒന്ന് പറയോ? ആര്യ, ട്രിവാൻഡ്രം. രണ്ടുപേരും ട്രിവാൻഡ്രം തോന്നാണ്. ഓക്കെ, എങ്ങനെയുണ്ടാ കോളേജ് ക്യാമ്പസ്? നിങ്ങളൊരു ഹോസ്പിറ്റൽ ക്യാമ്പസിലാണ് നിങ്ങളുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോർ മൊത്തമായിട്ട് നിങ്ങളുടെ കോളേജ് ആയിട്ടാണ്. സോ അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ്ഡ് എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. താഴെ ഞങ്ങൾക്ക് UB സെക്ഷനിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ പ്രീ ക്ലിനിക്കൽ സെക്ഷൻസ് ഉണ്ടാവും. ടീച്ചേഴ്സ് എല്ലാം വെൽ ട്രെയിൻഡ് ആയിരിക്കും. ഞങ്ങൾക്കും അതേപോലെ തന്നെ ട്രെയിനിങ് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു 7ഓളം ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് സ്വയമേ നല്ലതുപോലെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിൽ തന്നെ നല്ലതുപോലെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും ഫസ്റ്റ് സെമ്മിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അല്ലേ? പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ തരുന്നുണ്ട്. ജസ്റ്റ് കാണാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഒബ്സർവേഷൻ മാത്രമല്ല, നിങ്ങൾക്ക് പ്രൊസീജിയർ ചെയ്യാനും നിങ്ങളെ ഓൺ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട്. ഓക്കെ, അതേപോലെ ഈവൻ നമ്മൾ 4th ഇയർ കഴിഞ്ഞാലും നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട് ഇവിടുന്ന് തന്നെ കൊടുക്കുന്നുണ്ട്, ഇത്രയും 7 ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട്. ഓക്കെ. അപ്പൊ എങ്ങനെ പ്ലേസ്മെന്റ് ഫോളോ അപ്പ് എങ്ങനെ? നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ബേസ് ആയിട്ടായിരിക്കോ അതോ? അതൊന്നും ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റിന് നിങ്ങൾക്ക് എന്തായാലും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഹോസ്റ്റലിൽ എത്ര പേര്? ഒരു റൂമിലൊക്കെ എത്ര പേരാണ്? വലിയ റൂമാണ്. 8 അല്ലെങ്കിൽ 9 മെമ്പേഴ്സ് ആയിരിക്കും റൂമിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം 9 ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് കൺജഷൻ ഉണ്ടോ അതോ? കൺജഷൻ ഇല്ല, ഫ്രീ റൂമാണ്. ബാത്റൂം ഫെസിലിറ്റി അതൊക്കെയോ?
അറ്റാച്ച്ഡ് അല്ല, കോമൺ ബാത്റൂം. കോമൺ ബാത്റൂം ആണ്. എന്നാലും നല്ല നീറ്റ് ആയിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫുഡ് കാരണം ഇവിടെ വന്നപ്പോൾ നമ്മൾ മോസ്റ്റ്ലി മലയാളി കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് ഫുഡ് കേരള ഫുഡ് ആണോ അതോ? കേരള ഫുഡ് മോസ്റ്റും കേരള സ്റ്റുഡൻസ് ആയതുകൊണ്ട് കേരള ഫുഡ് കേരള ഫുഡ് തന്നെ കർണാടക ഫുഡും തരുന്നുണ്ട്. ഓക്കെ. എന്നാലും നിങ്ങൾക്ക് ആവറേജ് ആണോ അതോ അത്യാവശ്യം നിങ്ങൾക്ക്? അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ്. ആകെ 1-2 ദിവസം മാത്രമേ ഈ കർണാടക റേഞ്ച് ഫുഡ് ഉള്ളൂ, ബാക്കിയെല്ലാം നോർമൽ ഫുഡാണ്. ഓക്കെ. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്താറുണ്ടോ? എല്ലാം നടത്താറുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബ്രോ പേരെങ്ങനെയാ? എൻ്റെ പേര് അരകിൽ. സ്ഥലം? ട്രിവാൻഡ്രം. അമൽ, തൃശ്ശൂർ. തൃശ്ശൂരും ട്രിവാൻഡ്രം. എങ്ങനെയുണ്ടാ ക്യാമ്പസ്? ക്യാമ്പസ് അടിപൊളിയാ, നല്ലോണം പഠിപ്പിക്കാനൊക്കെ മനസ്സിലാവും, നല്ല ടീച്ചേഴ്സാ. സീനിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? സീനിയേഴ്സ് ഞങ്ങളാ ഫസ്റ്റ് ബാച്ച്. നിങ്ങൾ ഫസ്റ്റ് ബാച്ച്. ഇപ്പം നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ അല്ലേ? സെക്കൻഡ് ഇയർ. ഓക്കെ. പോസ്റ്റിംഗ് കിട്ടുന്നുണ്ടോ? ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഓൺ ഹോസ്പിറ്റലിലുള്ള പോസ്റ്റിംഗ് ഒക്കെ ഇവിടെ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് ഞങ്ങൾ പി ജിയിലാണ്. നിങ്ങൾ പി ജിയിലാണ് ബോയ്സ് അല്ലേ? ഈ വർഷം മുതൽ ഹോസ്റ്റലാണ്. ഈ ഹോസ്റ്റലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ടീച്ചേഴ്സ് എല്ലാം പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ അവർക്ക് ഓൺ ഹോസ്പിറ്റൽ ഉണ്ടായത് പോസ്റ്റിങ്ങിന് യാതൊരു ക്ഷാമവും. ഓക്കെടാ, താങ്ക് യു. ഇതാണ് ഇവിടുത്തെ ഫൗണ്ടേഷൻ ലാബ് വരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കുറേ സിസേഴ്സും ഫോർസെപ്സും ഒക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാം. ഇതെന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് കുട്ടികൾ യൂസ് ചെയ്യുന്ന, കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചേക്കുവാണ്. ഇവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പം നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഹോസ്പിറ്റൽ ബെഡുകൾ, കാര്യങ്ങൾ, പിന്നെ ടൈഫോ ഹെഡ്സുകൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓരോ എക്യുപ്മെൻറ്റ്സും വാക്യൂംസും ഓരോ ഇൻസ്ട്രുമെൻറ്റ്സുകളും ഒക്കെ നമുക്ക് ഒരു പക്ക ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റ് എങ്ങനെ ഇരിക്കുമോ, ഒരു ഹോസ്പിറ്റൽ വാർഡ് എൻവയോൺമെൻറ്റ് എങ്ങനെ ഇരിക്കുമോ അതേപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നു. ഒരു സെപ്പറേഷൻ കർട്ടൻസും അതുപോലെ എന്താണ് നമുക്ക് മെഡിസിൻ ട്രേസും അതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ ഓൾറെഡി ഇതൊരു ഹോസ്പിറ്റൽ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റുമായിട്ട് നല്ല എന്താ പറയുക അറ്റാച്ച്ഡ് ആയിട്ടാണ് പോകുന്നത്. ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 7 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ പ്രാക്ടീസിനെ പറ്റിയോ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ ലെക്ചർ ഹാളാണ്. നോക്കിക്കഴിഞ്ഞാൽ ഒരു AC ലെക്ചർ ഹാളാണ്. പിന്നെ അതുപോലെ സ്മാർട്ട് ബോർഡ് ഉണ്ട്, വൈറ്റ് ബോർഡ് ഉണ്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സീറ്റിംഗ് ഏരിയ. പിന്നെ എന്താ പറയുക, ഇത് ഒരു സൗണ്ട് പ്രൂഫാണ്. നമുക്ക് പുറത്തെ ഹോസ്പിറ്റലിൻ്റെ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കേൾക്കില്ല. സോ ഒരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്ലാസ് റൂം. അപ്പൊ നമ്മള് ഈ ഒരു ക്യാമ്പസ് ഫുള്ള് കണ്ടു, ഹോസ്പിറ്റൽ കാണിച്ചു, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പൊ ഇനി നമ്മളുടെ ഫൈനൽ റിവ്യൂ കണ്ടിടത്തോളം വെച്ചിട്ട് ഇവരുടെ ഒരു സ്ട്രെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏകദേശം 8 പുതിയൊരു ഹോസ്പിറ്റലോട് വരുന്നത് അറ്റ് പ്രസന്റ് 8 ഹോസ്പിറ്റൽസും അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള ഒരു ഗ്രൂപ്പ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ആസ്റ്റർ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഒരുപാട് ഹോസ്പിറ്റൽ വിങ് ഉള്ള ഒരു ടീമാണ് ബാംഗ്ലൂരിലെ. പിന്നെ എല്ലാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സാധാ ഹോസ്പിറ്റൽസ് അല്ല, എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റീസ്. ഇപ്പം ഈവൻ കാർഡിയോളജി തൊട്ട് ഒരു അങ്ങേയറ്റം നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ്സ് വരെ ഉള്ള ഹോസ്പിറ്റൽസ് ആണ് ഇവർക്കുള്ളത്. എല്ലാ ഹോസ്പിറ്റൽസും ഇതേപോലത്തെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലുകളുമാണ്. പിന്നെ കൃത്യമായിട്ട് കുട്ടികൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. കൂടാണ്ട് ഇവർ ഓഫർ ചെയ്യുന്നത് വെച്ചാൽ 100% പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. കാര്യം ഇവരുടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് തന്നെ സ്റ്റാഫുകളെ എടുക്കുന്നുണ്ട്, ഇവർ തന്നെ പഠിപ്പിച്ച് ഇവർ തന്നെ എടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിൽ പോകണം. പിന്നെ അതുപോലെ കുട്ടികൾക്ക് പഠനത്തിന് ശേഷം നമ്മളൊരു നാട്ടിൽ നിന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് ആവണമല്ലോ. അപ്പോൾ പിന്നെ വൺസ് പഠിച്ചിറങ്ങിയിട്ട് പിന്നെ ഒരുപാട് വേറെ ഹോസ്പിറ്റലിൽ നോക്കി നടക്കാതെ അവരുടെ തന്നെ ഹോസ്പിറ്റലിൽ അവർക്ക് പ്ലേസ്ഡ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ പിള്ളേർ പറഞ്ഞ ഒരു ഒറ്റ ഡയലോഗ് എന്ന് പറഞ്ഞാൽ പഠിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ? പഠിക്കാനാണ്, നഴ്സിംഗ് പഠിക്കാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ, അതായത് ഹോസ്പിറ്റലിനകത്ത് തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു സ്പർശ് എന്ന് പറയുന്നത്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, പക്ഷെ എന്നാൽ നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റി പേഷ്യന്റ് ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ദിസ് വൺ അല്ലേ? അപ്പോൾ ഈ ഒരു കോളേജിലെ അഡ്മിഷൻസിനായിട്ടും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽ, ബാങ്ക് ലോൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.